എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു റോക്കി, നിന്നെ വിളിച്ചായിരുന്നോ പിന്നെ എന്ന് സുരേഷ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ സിജോ പറഞ്ഞു, ഇല്ല, ഞാനും അങ്ങോട്ട് വിളിച്ചില്ല, എന്നെ ഇങ്ങോട്ട് വിളിച്ചില്ല, എന്നെ വിളിക്കേണ്ട കാര്യമില്ലല്ലോ, പുള്ളിയെ കൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, പിന്നെ ഞാനെന്തിനാ അങ്ങോട്ട് വിളിക്കണേ, ഇടിച്ച് ഇഞ്ചപ്പരിവൊക്കെ ആളെ അങ്ങോട്ട് വിളിക്കേണ്ട കാര്യമില്ലല്ലോ എന്നാണ് സിജോ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സുരേഷ് പറയുന്നുണ്ട്, എന്നെ അവൻ വിളിച്ചായിരുന്നു, റോക്കി വിളിച്ചായിരുന്നു എന്ന് പറയുന്നു. അത് കഴിയുമ്പോൾ പറയുന്നുണ്ട്, ഞാൻ പോയതിൻ്റെ പിറ്റേ ദിവസമാണ് ആ സംഭവം നടന്നത്, ഞാനൊരിക്കലും വിചാരിച്ചില്ല അങ്ങനെയൊക്കെ നടക്കുമെന്ന്. അപ്പോൾ സിജോയും പറയുന്നുണ്ട്, ഞാനും ഓർത്തില്ല അങ്ങനെയൊന്നും നടക്കുമെന്ന്, എന്തായാലും അതൊക്കെ ഗെയിമിൻ്റെ ഭാഗമായിട്ട് ഞാൻ കണ്ടിട്ടുള്ളൂ, നടന്നതൊക്കെ നടന്നു അത്രമാത്രം എന്നൊക്കെയാണ് സിജോ പറയുന്നത്. സിജോയുടെ സ്ഥാനത്ത് സത്യം പറഞ്ഞാൽ വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ ഒന്നെങ്കിൽ ഇപ്പം നമ്മുടെ റോക്കി ജയിലിലുണ്ടെങ്കിൽ നിന്ന് കിടന്നേനെ, എന്തെങ്കിലുമൊക്കെ സംഭവിച്ചേനെ. അത്രയും നല്ല ഒരാളായതുകൊണ്ടാണ് സിജോ അത് കുഴപ്പമില്ല, ഗെയിമിൻ്റെ ഭാഗമല്ലേ, അങ്ങനെ പറ്റിപ്പോയതല്ലേ, കുഴപ്പമില്ല, അതിൻ്റെ പണിഷ്മെൻറ്റ് കിട്ടിയല്ലോ, ഈ ബിഗ് ബോസിൽ നിന്ന് പുറത്താക്കുന്നതാണോ ഇത്രയും വലിയ പണിഷ്മെൻറ്റ്, അതിലും വലിയ പണിഷ്മെൻറ്റ് കിട്ടാൻ പാകത്തിനുള്ള കാര്യങ്ങളാണ് റോക്കി ചെയ്തു വെച്ചത്. എന്തായാലും സിജോൻ്റെ ആ ഒരു നല്ല മനസ്സുകൊണ്ട് മാത്രമാണ് റോക്കി ഇപ്പോൾ പുറത്തിങ്ങനെ നടക്കുന്നത്. നമ്മുടെ റിയാ സലീമോ വേറെ അങ്ങനെയുള്ള ആൾക്കാരാരെങ്കിലും ഒക്കെ ആയിരുന്നെങ്കിൽ ഇപ്പോൾ റോക്കിയുടെ കാര്യത്തിൽ ഒരു തീരുമാനമായേനെ.